നമസ്കാരം. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽ മേഖലകളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും മേലധികാരികളുടെയും കീഴ് ജീവനക്കാരുടെയൊക്കെ ഉത്തരവാദിത്വങ്ങളും ചുമതലകളൊക്കെ ഏറ്റെടുത്തതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അനുഭവ പാഠം എന്നത് വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ളൊരു ജോലിക്ക് അവസരങ്ങൾ വന്ന് ചേരുവാനിടയുണ്ട്. തികച്ചും അവിചാരിതമായിട്ടുള്ള ഈ ജോലിയുടെ അവസരം സ്വീകരിക്കുന്നതും അത് ഏറ്റെടുക്കുന്നതും ഗുണകരമായി തീരുവാനും ഒരു പക്ഷേ ജൂൺ ജൂലൈ ആയിട്ട് അതിന് പ്രവേശനം സാധിക്കുകയുള്ളൂ എങ്കിൽ പോലും അതിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. പലപ്പോഴും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും യാഥാർത്ഥ്യബോധത്തോടു കൂടിയതായുള്ള പ്രവർത്തന ശൈലിയും ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകളും ഈ ബുദ്ധിമുട്ടുകളെല്ലാം അതിജീവിച്ചും കൊണ്ട് വളരെ കൃത്യമായുള്ള ദിശാബോധത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അവസരത്തിന് യോഗം കാണുന്നതുമുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാപാരം, വ്യവസായം, വിപണനം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് നിരന്തരം നഷ്ടകഷ്ടങ്ങൾ വന്ന് ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലതൊക്കെ തന്നെ ഭാവിയിലെ സുരക്ഷിതത്വം എന്ന സങ്കല്പത്തിലാണ് അതിന് തുടക്കം കുറിച്ചത്. എന്നാൽ ജൂൺ മാസം മുതൽ ഇതിനെല്ലാം തന്നെ ഒരു അറുതി വന്ന് ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള പല സാഹചര്യങ്ങൾ വന്നു ചേരും. ചില കാര്യങ്ങളൊക്കെ ധ്രുവീകരിക്കുക, അതായത് ചിലതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തിക്കൊണ്ടും വിപുലീകരിച്ചും കൊണ്ടും ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും ചിലർക്ക് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായുള്ള അവസരങ്ങൾ വന്നു ചേരും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ വർഷം ഒഴിവാക്കിയതായിട്ടുള്ള പല കരാറ് ജോലികളും ഒരുപക്ഷെ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട മേലധികാരികളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരവും സമ്മർദ്ദപ്രകാരവുമായിരിക്കാം. എന്നിരുന്നാൽ ജൂൺ മാസത്തിന് ശേഷം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഏറെക്കുറെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി ചെയ്തു തീർക്കുക മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനിട വരും. നിലവിലുള്ള ജോലിയിൽ ഇനി സ്ഥാനക്കയറ്റം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപരിപഠനത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ഒരു പക്ഷേ വികസിത രാഷ്ട്രത്തിൽ പഠിപ്പും ജോലിയും കൂടി ഇതായിട്ടുള്ള സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ തക്കവണ്ണമുള്ള ഒരു വിസ ലഭിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നത് വഴി എല്ലാ വിധത്തിലുള്ള അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനിടവരും. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും പരിഗണനാ സ്വഭാവം അവലംബിക്കാനിടയുണ്ട്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന പലർക്കും ഗുണകരമായുള്ള സാഹചര്യങ്ങളും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. വസ്തുവാഹന ക്രയവിക്രയങ്ങളിൽ പുതിയ ആശയങ്ങളൊക്കെ അവലംബിക്കുന്നത് വഴി ക്രമാനുഗതമായുള്ള പുരോഗതി ഉണ്ടാകും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മക്കൾക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസകാലങ്ങളിൽ അവധിയെടുത്തും കൊണ്ട് വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാൻ ഇടയുണ്ട്. പല വിധത്തിലുള്ള നിരാശകളും വന്നു ചേരുമെങ്കിൽ പോലും അതിന് യാതൊരു ഉപോത്ബലകമായുള്ള ഘടകങ്ങളോ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരാരാധനകളാലും ജീവിത പങ്കാളി പറയുന്ന കാര്യങ്ങൾ അവലംബിച്ചും കൊണ്ടും എല്ലാം നിസ്സാരമായിട്ട് സ്വീകരിക്കുന്ന പക്ഷമെല്ലാം
ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. കാർഷികമായിട്ടുള്ള വിളകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഇനി അതൊരു മെയ് ജൂൺ മാസകാലങ്ങളിൽ എന്നുള്ളതാണ് വിളവെടുപ്പിൻ്റെ കാലം എങ്കിൽ പോലും ഓഗസ്റ്റ് വരെയും അത് നീണ്ടുപോകും എന്നതിനാൽ ഇനിയും പുതിയതായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരത്തിന് യോഗമുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുന്നത് ഗുണകരമായി തീരും. അനൗദ്യോഗികമായിട്ട് ഒരു പക്ഷേ ഉടമസ്ഥരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ചില യാത്രകളൊക്കെ വേണ്ടി വരുവാനിടയുണ്ട്. എന്നാൽ അതെല്ലാം 1-2 ദിവസങ്ങളിൽ രാത്രിയിലും ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ യാത്രകൾ വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഭാവിയിലെ നിലനിൽപ്പ് എന്ന സങ്കല്പത്തിൽ ഇതിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം ലക്ഷ്യപ്രാപ്തി നേടുവാൻ ഉപകരിക്കും. ഭൂമിക്രയ വിക്രയങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. അനുചിത പ്രവൃത്തികളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകുന്നതാണ്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കി മാത്രമേ പ്രതികരിക്കാവൂ. അപ്രധാനങ്ങളായുള്ള വിഷയങ്ങൾ ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിൽ പോലും പകർച്ചവ്യാധിയോ സാംക്രമിക രോഗങ്ങളോ പിടിപെടുവാൻ യോഗം കാണുന്നുണ്ട്. സേവന സാമർഥ്യത്താൽ സർവകാര്യ വിജയം ഉണ്ടാകുവാനിടയുണ്ട്. കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ അന്തിമ നിമിഷത്തിൽ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. പലപ്പോഴും അർത്ഥശൂന്യമായുള്ള പല ആശയങ്ങളും മനസ്സിൽ വന്നു ചേരുമെങ്കിൽ പോലും ഒരു ധ്രുവീകരണം എന്ന നിലയിലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള അവസരത്തിന് പോലും യോഗം കാണുന്നുണ്ട്. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങളായതുകൊണ്ട് സർവാത്മന സഹകരിക്കുവാനും സഹായിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ വിലയിരുത്തുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണ് എങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ തൊഴിൽ മേഖലകളിൽ നേട്ടവും പുരോഗതിയും സുരക്ഷിതത്വവും അനുഭവങ്ങളും ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് ധ്രുവീകരണത്തിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യോഗ, പ്രാണായാമം എന്നിവ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണം വിജയശതമാനം ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. യുക്തിപൂർവം ചിന്തിച്ചു പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കും. കുടുംബസമേതം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളൊക്കെ തീർത്തും അവിചാരിതമായിട്ട് അവസരങ്ങൾ വന്ന് ചേരുവാൻ ഇടയുണ്ട്. വിൽപ്പന ഉദ്ദേശത്തോടുകൂടി ഏറെക്കുറെ ഭേദപ്പെട്ട വിലയ്ക്ക് ഭൂമി കൈവശം വന്നു ചേരുവാനിടയുണ്ട്. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട്
അതാത് മേഖലകളെപ്പറ്റി പഠിച്ചും കൊണ്ട് പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ കഴിഞ്ഞ വർഷം പല ചർച്ചകളൊക്കെ നടത്തി എങ്കിൽ പോലും അതിലൊരു സുതാര്യതയില്ലാത്തതുകൊണ്ട് എല്ലാം ഒഴിഞ്ഞു മാറുകയും, എന്നാൽ ഇപ്പോൾ പല ചർച്ചകളും വന്നു ചേരുന്നുണ്ട്, സുതാര്യതയൊക്കെയുണ്ട്, ശരിയാണ്. എങ്കിൽ പോലും ഇന്നത്തെ യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തി ആ തൊഴിൽ മേഖല ഏർപ്പെട്ടാൽ ഗുണകരമായി തീരുമോ എന്ന ഒരു ആശങ്ക ഉള്ളതിനാൽ പണം മുതൽ മുടക്കതിൽ ഉള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. വിവര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇനിയൊരു സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് പല പാഠ്യപദ്ധതികൾക്കും ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ, അതായത് നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതെ തന്നെ ഞായറാഴ്ചകളിലും സായാഹ്ന വേളകളിലും ഉള്ള പാഠ്യപദ്ധതികൾക്ക് ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന മക്കളുടെ സമീപനത്തിലും ചിന്താഗതികളിലും ആത്മാഭിമാനത്തിന് യോഗം കാണുന്നുണ്ട്. ദൃഷ്ടിപഥത്തിലുള്ളതെല്ലാം ശരിയാണെന്നുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് സുരക്ഷിതത്വത്തിനും ഭാവിയിൽ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്കും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം ഉണ്ടാകുമെങ്കിൽ പോലും സ്വീകരിക്കാനുള്ള അവസ്ഥകളെപ്പറ്റി, സ്വീകരിക്കാനുള്ളവരെ പറ്റിയിട്ട് വളരെ ആശങ്ക തന്നെയാണ് ഇന്നത്തെ ഒരവസ്ഥാവിശേഷങ്ങളെ കൊണ്ട് കാണുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വല്പം സമാധാനക്കേട് എല്ലാ പ്രകാരത്തിലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാനും ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസകാലങ്ങളിൽ അന്യനാട്ടിൽ താമസിക്കുന്ന പുത്രപൗത്രാദികളൊക്കെ വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനുള്ള തീരുമാനം ഓണക്കാലത്തിനോടനുബന്ധമായി തീരുമാനിക്കുവാനും ഇടയുണ്ട്. മാനസികമായിട്ടുള്ള സംഘർഷം ഉണ്ടാകുന്ന പലർക്കും കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനിടയുണ്ട്. ഗർഭിണികൾക്ക് ഈ ഒരു മാസം പൂർണ്ണമായിട്ട് വിശ്രമം വേണ്ടി വരുവാനിടയുണ്ട്. അശരണരായവർക്ക് അഭയം നൽകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിന് യോഗം കാണുന്നു. ഏറ്റെടുത്ത പല കാര്യങ്ങളും നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ ചെയ്തു തീർക്കേണ്ടതായുള്ള പല കാര്യങ്ങളും മാസത്തിൻ്റെ ഒടുവിൽ മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുകയുമുള്ളൂ. ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അതിനുവേണ്ടി തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കും. പുരോഗതിയില്ലാത്ത വ്യാവസായികമായിട്ടുള്ള മേഖലകളെല്ലാം തന്നെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടോ ഭാവിയിലേക്ക് വിൽപ്പന ചെയ്യുവാൻ തീരുമാനം എടുത്തുകൊണ്ടോ വ്യാപാര മേഖലകളിൽ, അതായത് വിതരണ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ള അവസരത്തിന് യോഗം കാണുന്നു. നിസ്സാര ചികിത്സകളാലും ഭക്ഷണ ക്രമീകരണങ്ങളാലും പകർച്ചവ്യാധിയെ അതിജീവിക്കുവാനുള്ള സാധ്യത കാണുന്നു. സഹായാഭ്യർത്ഥന നിരസിച്ചതിനാൽ ബന്ധുമിത്രാദികളിൽ നിന്നും വിരോധസ്വരങ്ങൾ കേൾക്കുവാനിടവരുമെങ്കിൽ പോലും പ്രതികരിക്കാതിരിക്കുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. സഹപാഠികൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനായിട്ട് മാതാപിതാക്കളോട് അപേക്ഷകൾ നൽകുവാനിടവരും. അന്തിമ നിമിഷത്തിൽ അത് അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ സാധ്യത കാണുന്നു. പലപ്പോഴും ആദ്യത്തിൽ ഒരു വിമ്മിഷ്ടം, സ്വസ്ഥത കേടുകളൊക്കെ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ എല്ലാ മേഖലകളിലും ഉണ്ടാകുമെങ്കിൽ പോലും
എല്ലാം മംഗളകരമാക്കി തീർക്കുവാനുള്ള അവസരമുണ്ടാവുക മാത്രമല്ല, ജൂൺ മാസം മുതൽ ഏറ്റവും തൃപ്തികരമായുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും എന്ന ധാരണയും സൂചനകൾ ലഭിച്ചതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും ഈ മെയ് മാസത്തിൽ തിരുവോണ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.